നമസ്കാരം പ്രിയമുള്ളവരെ. ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 11-ാം തീയതി പര്യവസാനിക്കാനിരിക്കെ ബീഹാറിൽ നിന്ന് ഗ്രാസ് ലെവൽ റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങൾ നൽകുന്നത് എൻ ഡി എ സഖ്യത്തിന് അത്ര അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാകുന്നതും എന്നുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഒരുപക്ഷെ എം ജി ബി മഹാഗഡ്ബന്ധൻ അവിടെ അധികാരത്തിൽ വരുവാനുള്ള സാധ്യതകൾ, ഇന്ത്യ സഖ്യം അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ ഗ്രാസ് ലെവൽ റൂട്ടിൽ നിന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അഭിപ്രായ സർവേകളൊക്കെ എൻ ഡി എ സഖ്യമാണ് അധികാരത്തിൽ വരുന്നത് എന്ന് പ്രവചിക്കുമ്പോൾ അത് ബീഹാറിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക്, രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്ക് മുമ്പ് എടുത്തതാണ് അഭിപ്രായ സർവേകൾ എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി, വോട്ടർ അധികാർ യാത്രകൾ ബീഹാറിൽ വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ അഭിപ്രായ സർവേകളൊക്കെയും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ ഡി എ വിജയിക്കുമെന്ന രീതിയിലുള്ള അഭിപ്രായ സർവേകൾ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊന്ന്, ബീഹാറിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഈ അടുത്ത കാലത്ത് അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും ഒക്കെ തെറ്റുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ചും എക്സിറ്റ് പോളുകളൊക്കെ എന്തായാലും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 11-ാം തീയതി അവസാനിക്കുന്നതോടുകൂടി പുറത്തു വരികയുള്ളൂ. അതിൻ്റെ ഒരു റിസൾട്ട് പോലും ഒരുപക്ഷെ യഥാർത്ഥമായി വരുന്ന റിസൾട്ടുമായിട്ട് താരതമ്യപ്പെടുവാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുവാൻ സാധ്യതയില്ല. കാരണം ഈ അടുത്ത സമയത്ത് എക്സിറ്റ് പോളുകളൊക്കെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ബീഹാറിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നിരൂപകരൊക്കെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 3 പാർട്ടികൾ അവർ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും ബീഹാറിലെ വിജയത്തിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് നിർവചിക്കുവാൻ കഴിയുക എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും LJP നേരത്തെ ഒറ്റയ്ക്ക് മത്സരിച്ച 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു സീറ്റ് മാത്രം നേടിയ ചിരാഗ് പാസ്വാന്റെ LJP അവരിപ്രാവശ്യം എൻ ഡി എയോടൊപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ഒരു സ്വാധീനം 35ഓളം സീറ്റുകളിൽ JDUവിനെ, നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അവരിപ്പോൾ എൻ ഡി എക്കൊപ്പമാണ്. LJP പിടിക്കുന്ന വോട്ടുകൾ അത് എത്രത്തോളം എൻ ഡി എക്ക് ഉപകാരപ്രദമാകും എന്ന രീതിയിൽ വലിയ ചർച്ചകൾ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യ സഖ്യത്തിലേക്ക് പുതുതായി വന്നു ചേർന്ന വികാസീൽ ഇൻഷാൻ പാർട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ BJPക്കൊപ്പം NDA സഖ്യത്തിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 11 സീറ്റിൽ മത്സരിച്ച് 4 സീറ്റാണ് അവർ നേടിയിട്ടുള്ളത്. അവരിപ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്. അവരുടെ ഒരു പ്രകടനവും എത്രത്തോളം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകും എന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ പാർട്ടിയെ ഇന്ത്യ സഖ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 77 സീറ്റിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 61 സീറ്റുകളിലേക്ക് തങ്ങളുടെ അവകാശവാദം ചുരുക്കിയാണ്. മാത്രമല്ല, സ്വാഭാവികമായും കോൺഗ്രസിന് അവകാശപ്പെട്ട ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഈ വികാസീൽ ഇൻഷാൻ പാർട്ടിയെ മുന്നണിയിലെത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ത്യജിക്കുകയാണ്. ഇപ്പോൾ വികാസീൽ ഇൻഷാൻ പാർട്ടിയുടെ നേതാവ് മുകേഷ് സാനിക്കാണ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുക. അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം വെറും 11 സീറ്റിൽ മത്സരിക്കുന്ന മുകേഷ് സാനിയുടെ വികാസ് ഇൻഷാൻ പാർട്ടിക്ക് കോൺഗ്രസ് നൽകുകയാണ്. അതായത് ഇന്ത്യ മുന്നണിയിലെ ഒരു വിജയത്തിനു വേണ്ടി കോൺഗ്രസ് വലിയ പരിത്യാഗം ബീഹാറിൽ ചെയ്യുന്നുണ്ട് എന്ന ഒരു നിഗമനം തന്നെയാണ് മാധ്യമങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ഒരു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കവേ ബീഹാറിൻ്റെ രാഷ്ട്രീയ ചിത്രങ്ങൾ മാറി പറയുവാനുള്ള സാഹചര്യങ്ങൾ രാഷ്ട്രീയ നിരൂപകർ ചർച്ച ചെയ്യുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് പ്രതികൂലമായി ഭവിക്കാനുള്ളൊരു കാരണം RJD സഖ്യം അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു യാദവ മേധാവിത്വത്തെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഒരു സംശയത്തോടെ നോക്കുന്നു. അതായത് കുർമി വിഭാഗങ്ങൾ പോലെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ സംശയത്തോടു കൂടി നോക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം ബീഹാറിലുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വന്നേക്കാം എന്ന ചില രാഷ്ട്രീയ നിഗമനങ്ങൾ കൂടി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ബീഹാറിനെ സംബന്ധിച്ച് മതം അല്ല, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ BJP ഉയർത്തിവിടുന്ന മതചിന്തയല്ല, മറിച്ച് ജാതി ചിന്തയാണ്. ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു വോട്ട് കേന്ദ്രീകരണമായിരിക്കും ബീഹാറിൽ നടക്കപ്പെടുക എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നടത്തുന്നത്. എന്തായാലും ബീഹാറിനെ സംബന്ധിച്ച് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് 11-ാം തീയതി നടക്കാനിരിക്കവേ നിതീഷ് കുമാറിൻ്റെ ഒരു രാഷ്ട്രീയ ഗ്രാഫിൻ്റെ തകർച്ച സൂചിപ്പിക്കപ്പെടുകയാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഒരുപക്ഷെ NDA അധികാരത്തിലെത്തിയാൽ പോലും നിതീഷ് യുഗം അവസാനിക്കുന്നതിന് തുടക്കം കുറിക്കും എന്നൊരു വസ്തുത ചർച്ചകളിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓർമ്മക്കുറവൊക്കെ ഉള്ളതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP എത്തിയപ്പെടേക്കാം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ പോലും
അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാറിന് എത്രത്തോളം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കാം എന്നൊരു ചോദ്യം ഉയരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നിതീഷ് കുമാർ തന്നോടൊപ്പമുള്ള 12 എംപിമാരെ അവരെ ഒരുപക്ഷെ തങ്ങളുടെ രാഷ്ട്രീയ വിലപേശലിന് വേണ്ടി ഉപയോഗിച്ചേക്കാം എന്ന ഒരു നിഗമനം കൂടി നടത്തപ്പെടുകയാണ്. അതായത് ബീഹാറിൽ 12 എംപിമാരെയാണ് JDUവിന് NDA സഖ്യത്തിൽ നിന്ന് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത്. ആ 12 എംപിമാരെ കൊണ്ട് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നിതീഷ് കുമാർ നടത്തിയേക്കാം. എന്നാൽ ഈ 12 എംപിമാരിൽ എത്രത്തോളം പേർ നിതീഷ് കുമാറിനോടൊപ്പം നിൽക്കും എന്നൊരു ചോദ്യമുണ്ട്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് നിതീഷ് കുമാറിൻ്റെ JDU പാർട്ടിയെ പിളർത്തുവാനുള്ള ശ്രമങ്ങളുമായി അമിത്ഷായും സംഘവും നീങ്ങുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതായത് JDUവിൻ്റെ ഈ 12 എംപിമാരിൽ നല്ലൊരു വിഭാഗത്തെ പിളർത്തിയെടുത്ത് കൂറുമാറ്റ നിരോധന നിയമത്തെ അതിജീവിച്ച് ഒരു പ്രത്യേക ബ്ലോക്കാക്കി ഇരുത്തുവാനുള്ള ശ്രമങ്ങളും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. ബീഹാറിൻ്റെ രാഷ്ട്രീയ ചിത്രം തിരഞ്ഞെടുപ്പ് റിസൾട്ടോടുകൂടി പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഗ്രാഫിൻ്റെ അതിൻ്റെ താഴ്ചയുടെ ഒരു തുടക്കം ബീഹാറിൻ്റെ ഇലക്ഷൻ റിസൾട്ടോട് ഉണ്ടാകും എന്ന വലിയ നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തപ്പെടുകയാണ്. ഒപ്പം തന്നെ ഗ്രാസ് റൂട്ടിൽ നിന്ന് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുന്നതിനു ആവശ്യമായുള്ള വോട്ടുകൾ സമാഹരിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളും പുറത്തു വരികയാണ്. മറ്റൊന്ന്, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി, ആ പാർട്ടിയും ബീഹാറിൽ എത്രത്തോളം വോട്ടുകൾ പിടിക്കുന്നു എന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒപ്പം NDA സഖ്യത്തിൻ്റെയും വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 30-ലധികം സീറ്റുകളിൽ വെറും 3000-ൽ പരം വോട്ടുകൾക്കാണ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ 10,000-1500 വോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷൻ റിസൾട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇലക്ഷൻ റിസൾട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ 3 പാർട്ടികൾ, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി, ഒപ്പം വികാസ് ശീൽ ഇൻസാൻ പാർട്ടി മുകേഷ് സാനിയുടെ, ഒപ്പം LJP ചിരാഗ് പാസ്വാൻ്റെ, ഈ 3 പാർട്ടികളും പുതിയതായി മുന്നണികളിലേക്ക് വന്നതും ഒപ്പം പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയുടെ പുതിയ രൂപപ്പെടലുമൊക്കെ ബീഹാർ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് എടുത്തു നോക്കിയാൽ NDA 125 സീറ്റും മഹാഗഠബന്ധൻ കോൺഗ്രസും RJD ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ 110 സീറ്റുമാണ് നേടിയത്. മറ്റുള്ളവർ 8 സീറ്റും. അപ്പോൾ വെറും 15 സീറ്റിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ 30-ലധികം സീറ്റുകൾ വെറും 3000-നകത്തുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇരു മുന്നണികളും വിജയിച്ചിട്ടുള്ളത്. 3 പുതിയ പാർട്ടികൾ മുന്നണികൾ മാറിയെത്തുന്നതും, അതായത് LJP നേരത്തെ NDAയിൽ ഇല്ലായിരുന്നു, അവർ ഇപ്പോൾ NDAയിൽ വരുന്നതും, വികാസ് ഇൻസാൻ പാർട്ടി NDAയിലായിരുന്ന പാർട്ടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ വരുന്നതും, പ്രശാന്ത് കിഷോർ പാർട്ടിയുടെ പുതിയ ജനനവുമൊക്കെ ബീഹാർ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ 3000-ലധികം വോട്ടുകൾക്ക് ഇരു മുന്നണികളും വിജയിച്ചിട്ടുള്ള 30-ലധികം സീറ്റുകൾ അത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.